ഹലോ ഫ്രണ്ട്സ്, ഷെയർ മാത്തമാറ്റിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കുട്ടി ട്രേഡർ പ്ലേലിസ്റ്റിലെ വീഡിയോ നമ്പർ 1 ആണ്. അപ്പോൾ എന്താണ് കുട്ടി ട്രേഡർ? സ്റ്റോക്ക് മാർക്കറ്റിൽ ബേസിക് തൊട്ടിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ഒരു പ്ലേലിസ്റ്റ് ആണ് കുട്ടി ട്രേഡർ. അതിൽ ഫസ്റ്റ് വീഡിയോ നമ്പർ 1 ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ട്രേഡർ പ്ലേലിസ്റ്റിലെ വീഡിയോ പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെയും കൊടുക്കുക, അതുപോലെ തന്നെ മുകളിലും കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്ന വാക്ക് എന്തായിരിക്കും? നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് ടി വിയിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. ആദ്യം വരെ എന്താണ് കേൾക്കുക? സെൻസെക്സ് 2% ഇടിഞ്ഞു, നിഫ്റ്റി 1% ഇടിഞ്ഞു, അല്ലെങ്കിൽ സെൻസെക്സ് 2% കൂടി, അല്ലെങ്കിൽ നിഫ്റ്റി 5% കൂടി എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ ചെറുപ്പത്തിൽ തൊട്ടിട്ട് ആദ്യം കേൾക്കുന്ന ഈ 2 വേർഡുകളാണ് സെൻസെക്സും നിഫ്റ്റിയും. അപ്പം നമുക്ക് ആദ്യം സെൻസെക്സും നിഫ്റ്റി എന്താണെന്ന് നോക്കാം. കാരണം നമ്മൾ കേൾക്കുമ്പോഴേക്കും എന്തോന്ന് സെൻസെക്സാ നിഫ്റ്റിയാ എന്തോന്നാ അങ്ങനെ നമ്മൾ ചിന്തിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ സെൻസെക്സ് നിഫ്റ്റിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റത്തത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, രണ്ടാമത്തത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അങ്ങനെ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഉള്ളത്. അപ്പോൾ ഈ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുമായിട്ട് ബന്ധപ്പെട്ട പേരുകളാണ് സെൻസെക്സും നിഫ്റ്റിയും. അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട പേരാണ് നിഫ്റ്റി, അതേപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടൊരു പേരാണ് സെൻസെക്സ്. അപ്പോൾ ഇത് രണ്ടും തുടങ്ങിയ കാലം നമ്മൾ നോക്കുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1875-ലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1992-ലാണ് തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും എന്തിനാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉള്ളപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വളരെ പണ്ട് യൂസ് ചെയ്തിരുന്നൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയതുകൊണ്ട് തന്നെ കുറേ ഔട്ട്ഡേറ്റഡ് വേർഷൻസ് ആയിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഇലക്ട്രോണിക്കും കുറച്ചും കൂടി നൂതനമായ സാങ്കേതിക വിദ്യകളൊക്കെ വെച്ചിട്ട് തുടങ്ങിയ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ എന്തുകൊണ്ടും ഇപ്പോഴത്തെ കാലത്ത് ഫേമസ് ആയിട്ടുള്ളത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ട്രാൻസാക്ഷനും കാര്യങ്ങളും സ്റ്റോക്കുകളും ഒക്കെ അതിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇപ്പോൾ കൂടുതൽ ഫേമസ്. എന്നാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? എന്താണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പേരിൽ തന്നെ ഉണ്ട്, അത് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് സ്റ്റോക്കുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ സ്റ്റോക്ക് ചന്ത. നമ്മളിപ്പോൾ നാട്ടിൽ ചന്ത എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ സ്റ്റോക്കുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു സ്ഥലം. അപ്പം നിങ്ങൾ ആലോചിക്കുക എന്തിനാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്? ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാളുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്, ഇപ്പോൾ റിലയൻസിൻ്റെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അയാൾക്ക് അത് വിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അയാൾ ഇപ്പോൾ നാട്ടിൽ കാണുന്ന ആൾക്കാരൊക്കെ എടുത്ത് പോയിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് മേടിക്കണം എന്ന് ചോദിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നാട്ടുകാരൊക്കെ മൊത്തം ചിരിക്കും അല്ലേ? നാട്ടുകാരൊക്കെ അയ്യോ ഇതെന്തിനാണ് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കും. കാരണം ഇതെന്ത് സ്റ്റോക്കാ, എന്താ ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറയും. കാരണം ഒരുപാട് ആൾക്കാർക്ക് കേൾക്കാത്തതുണ്ടാവും, അറിയുന്നവരുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് വിൽക്കാനായിട്ട് അവർക്കൊരു സ്ഥലം വേണം. അതാണ് ഈ സ്റ്റോക്ക് ചന്ത അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ഇവരെന്ത് ചെയ്യും? ഈ ഷെയറിൻ്റെ കൊടുക്കുമ്പോൾ വേറെ എവിടെയോ ഇരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യും? ഈ ഷെയർ മേടിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻ്റ് ഒക്കെ ചെയ്യുക. അതെനിക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള മോട്ടിവേഷൻ നൽകുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് അഡീഷണൽ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കാം, www.sharemathematics.com. അതിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻട്രാഡേ സ്ട്രാറ്റജി, അതേപോലെ തന്നെ പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഇൻട്രാഡേക്കും സിംഗിനും കിട്ടുന്നതായിരിക്കും. ലിങ്ക് ഗിവൺ ബിലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ സ്റ്റോക്ക് ചന്തയൊക്കെ ഓപ്പൺ ചെയ്യണ പോലെ തന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു സമയമുണ്ട്. അതായത് 9:15 തൊട്ടിട്ട് 3:30 വരെ. ഇന്നൊക്കെ തിങ്കൾ തൊട്ടിട്ട് വെള്ളി വരെ 9:15 തൊട്ടിട്ട് 3:30 വരെ ഓപ്പൺ ചെയ്യും. ആ 9:15 ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഒരു തയ്യാറെടുപ്പ് പോലെ ഒരു പ്രീ ഓപ്പൺ മാർക്കറ്റ് ഉണ്ട്. അതായത് 9 മണി തൊട്ടിട്ട് 9:15 വരെ. പക്ഷേ റിയൽ ആയിട്ടുള്ള സ്റ്റോക്കുകൾ എക്സ്ചേഞ്ച് നടക്കുന്നത് 9:15 തൊട്ടിട്ട് 3:30 വരെയാണ്. അപ്പോൾ ഇത് നടക്കുന്ന സമയം ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് മൺഡേ തൊട്ടിട്ട് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ അവധിയായിരിക്കും. അതേപോലെ പബ്ലിക് ഹോളിഡേയ്സും അവധിയായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ലേ? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മനസ്സിലായി. അപ്പോൾ എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്താണ് സംഭവിക്കുക? അല്ലെങ്കിൽ സ്റ്റോക്ക് ചന്തയിൽ എന്താണ് സംഭവിക്കുക? ഒരാളുടെ കയ്യിൽ ഷെയർ വിൽക്കാനുണ്ടെങ്കിൽ ആ ഷെയർ എന്ത് ചെയ്യും? അയാൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ഓർഡർ കൊടുക്കും. അവിടെ നിന്ന് ആ ഷെയർ എന്ത് ചെയ്തു? ആവശ്യക്കാരായുള്ള വേറെ ആൾക്കാരിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഈ ഫസ്റ്റ് തന്നെയുള്ള ഈ സ്റ്റോക്കില്ലേ, ഈ ഒരു സ്റ്റോക്ക് ഈ ആദ്യത്തെ ആൾക്ക് എങ്ങനെ കിട്ടി? അതിന് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, ഇതെങ്ങനെ കിട്ടിയിട്ടുണ്ടാവും? അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്, അതായത് IPO. അപ്പോൾ IPO എന്തിട്ടാണ്? ആദ്യമായിട്ട് പബ്ലിക്കിന് ഷെയർ വാങ്ങാൻ കൊടുക്കുന്ന ഒരു സമയം, ഒരു ഓഫറിങ് കൊടുക്കുന്നതാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്, അതായത് IPO. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ IPO ചെയ്യണത് കമ്പനിയുടെ? ഇപ്പോൾ റിലയൻസിൻ്റെ ഷെയർ പബ്ലിക്കിന് എന്തിനാണ് വാങ്ങാൻ കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? റിലയൻസിന് തന്നെ സൂക്ഷിച്ചാൽ പോരെ, എന്തിനാണ് വെറുതെ ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നത്? അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. വെറുതെ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ റിലയൻസ് തന്നെ ഒരു കമ്പനി ഒരാൾ
സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ കുറച്ച് പേര് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് 1,00,000 രൂപ വെച്ചിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തു. ആ കമ്പനി അവർ ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ച് വർഷങ്ങൾ കൊണ്ടിട്ട് എന്ത് ചെയ്തു, 100 കോടി രൂപ ഒരു കമ്പനിയാക്കി മാറ്റി. അപ്പോൾ റിലയൻസിൻ്റെ കമ്പനിയിലെ ആൾക്കാർക്ക് മനസ്സിലായി, അതായത് അവർക്ക് കുറച്ചും കൂടി മൂലധനം ഇറക്കണമെങ്കിൽ, അതായത് ഒരു 40 കോടിയും കൂടി മൂലധനം ഇറക്കിയിട്ട് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് ഈ കമ്പനി ഒരു 500 കോടിയുടെ ഒരു കമ്പനിയാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അവർക്കൊരു 40 കോടിയുടെ ഒരു എമൗണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ റൈസ് ചെയ്യണം. അപ്പോൾ എമൗണ്ട് റൈസ് ചെയ്യാൻ നമുക്ക് സാധാരണ ആൾക്കാർക്ക് എന്താണുള്ള ഓപ്ഷൻസ്, അത് തന്നെയാണ് കമ്പനിക്കുള്ളത്. അതായത് 40 കോടി ഇറക്കണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ആദ്യം എന്താ ചെയ്യാൻ പറ്റും, ബാങ്കിലെടുത്ത് പോവാം. ബാങ്കിലെടുത്ത് പോയിട്ട് ലോണ് അല്ലെങ്കിൽ ബോണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടപ്പത്രങ്ങൾ, അതായത് നിങ്ങൾ എനിക്ക് പൈസ തയ്യോ, ഞാൻ നിങ്ങൾക്ക് ഇത്ര ഇൻട്രസ്റ്റ് തരാം, 1 വർഷത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ടുള്ള കടപ്പത്രങ്ങൾ ഇറക്കാം. അതല്ലെങ്കിൽ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ. അപ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ എന്താണ്, ആ ഇൻട്രസ്റ്റ് ഇതിലേക്ക് പോകുമ്പോൾ ഇവരുടെ വളർച്ചേനെ ബാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാങ്കുകാർക്കല്ല, നമ്മുടെ കമ്പനിക്ക് പെട്ടെന്ന് പൈസ റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. അതായത് പബ്ലിക്കിന് വാങ്ങാൻ കൊടുക്കുക. അപ്പോൾ പബ്ലിക്കിന് വാങ്ങാൻ കൊടുക്കുമ്പോൾ എന്താണ് ചെയ്യാതെയും ഇവരെന്ത് ചെയ്യും, ഈ 100 കോടിയുടെ കമ്പനിയാണല്ലോ അവർ, 100 കോടിയിൽ ഒരു 40% IPO പബ്ലിക്കിന് വാങ്ങാൻ വേണ്ടിയിട്ട് അവർ കൊടുക്കും. പബ്ലിക്കിന് വേണ്ടി വാങ്ങാൻ കൊടുക്കുമ്പോൾ ആ പബ്ലിക് വാങ്ങിക്കണമെങ്കിൽ എന്തായി, ഇവർക്ക് ആ 40 കോടി കിട്ടി. ആ 40 കോടി കിട്ടിയപ്പോൾ എന്തായി, അവർക്ക് അവരുടെ വളർച്ച ഉണ്ടാക്കാൻ പറ്റി. അതായത് 40 കോടി ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടാണ് അവർക്ക് കിട്ടിയത്. ശരിയാണ്, അവരുടെ കമ്പനിയുടെ ഒരു ശതമാനം പബ്ലിക്കിന് വാങ്ങാൻ കൊടുത്തിരുന്നെങ്കിൽ പോലും അവർക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്തു, ആ ഒരു കമ്പനിയിലേക്ക് 40 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി. ആ ഒരു എമൗണ്ട് വെച്ചിട്ട് ആ റിലയൻസ് എന്നുള്ള കമ്പനീനെ അവർക്ക് വളർത്താൻ പറ്റി. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിക്വിഡിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 40% ഒരു IPOയിൽ ഇറക്കിയപ്പോൾ ബാക്കിയുള്ള ഷെയറുകൾ ഉണ്ടല്ലോ ഈ കമ്പനിയിലുള്ളത്, അത് അവർക്ക് വേണമെങ്കിൽ കുറച്ച് അവരുടെ കമ്പനി തുടങ്ങിയ ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഇറക്കിയ കമ്പനികൾക്ക് ഈ ഡിമാൻഡ് കൂടി നീക്കി, ഈ പബ്ലിക്കിലുള്ള ആൾക്കാർക്ക് ഡിമാൻഡ് കൂടിയിട്ട് ഇപ്പോൾ 100 രൂപയ്ക്ക് ഇറക്കിയ ഒരു ഷെയർ 150 രൂപയായി കഴിഞ്ഞാൽ എന്താവും, അവരുടെ കയ്യിലുള്ള ഷെയറിന് വില കൂടും, കമ്പനിക്കും വില കൂടും. അപ്പം അങ്ങനെ അവർക്ക് ഗുണമുണ്ട്. അതേപോലെ ബിസിനസ് ക്രെഡിബിലിറ്റി, അതായത് ഒരു ഷെയർ മാർക്കറ്റിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ അതിനവർ ഭയങ്കര ക്രെഡിബിലിറ്റി ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ബിസിനസ്സും കാര്യങ്ങളും ഇൻ്റർനാഷണൽ റെക്കഗ്നൈസേഷനും ഒക്കെ കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഈ IPO ചെയ്യാനുള്ള മെയിൻ കാരണങ്ങൾ. ഓക്കെ, അപ്പോൾ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, മിക്കവാറും എല്ലാ കമ്പനികളും ഈ IPO ആയിട്ട് പബ്ലിക്കിന് ഷെയർ വിൽക്കാൻ കൊടുക്കെങ്കിലും ഒരു 50% മുകളിൽ അവർ ഷെയർ എപ്പോഴും അവരുടെ കയ്യിൽ സൂക്ഷിക്കും. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിലുള്ള ഡിസിഷനും കൺട്രോളും കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ വരാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം 50% മുകളിൽ ഒരു 50-51% അവരുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ റിലയൻസ് എന്ന് പറഞ്ഞ കമ്പനി നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ കമ്പനിയുടെ ഷെയറിൻ്റെ 50.39% ടോട്ടൽ ഷെയറും ആർക്കാണെങ്കിൽ അംബാനിക്ക് തന്നെയാണ് ഇവരുടെ മൊത്തത്തിലുള്ള ഒരു ഹോൾഡിങ്സും പവറും ഉള്ളത്, അതായത് തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ളത്. പബ്ലിക്കിന് ഷെയർ മേടിക്കാം, അതിൽ ലാഭങ്ങളൊക്കെ കിട്ടും, പക്ഷേ ആ കമ്പനിയുടെ ഡിസിഷൻസ് മൊത്തം ആരാണ് എടുക്കുന്നത്, അംബാനിയുടെ ഫാമിലിയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് IPOയ്ക്ക് കൊടുക്കുക? ഏത് അണ്ടനടങ്ങോടും ചെന്നിട്ട് IPOയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? എൻ്റെ കമ്പനി IPO, എൻ്റെ കമ്പനിക്ക് IPO എന്ന് അങ്ങനെ പറ്റില്ല. IPOയ്ക്ക് കൊടുക്കണമെങ്കിൽ നമ്മളൊരു ഗവൺമെൻറ്റിലേക്ക് നമ്മളൊരു ഇത് കൊടുക്കണം, എന്തൊരു ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മുടെ കമ്പനിക്ക് കുറച്ച് ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടാകണം. ഇന്ന വലിയ കമ്പനിയാണ്, ഇന്ന ക്രൈറ്റീരിയ ഉണ്ട്, ഇവൻ IPOയ്ക്ക് പോകാനായിട്ട് യോഗ്യത ഉള്ളവനാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു ഗവൺമെൻറ് അതോറിറ്റിയാണ് SEBI, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസി പോലെ ഉണ്ട്. അതായത് ഈ ഷെയറുകളുടെ മാറ്റവും ഇതൊക്കെ ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ്. അവരെന്ത് ചെയ്യും, അപ്രൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് അവർ തീരുമാനിക്കും എന്നാണ് നമ്മൾ ഷെയർ പബ്ലിക്കിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം പരസ്യം കൊടുക്കും, വരൂ 100 രൂപയുടെ ഷെയർ നിങ്ങൾക്ക് എടുക്കാം, അടിപൊളി കമ്പനി, റിലയൻസിൻ്റെ കമ്പനി എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അഡ്വർടൈസ്മെൻറ്റുകൾ കൊടുക്കും. അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ എന്താണ്, നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്ക് ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബ്രോക്കേഴ്സിൻ്റെ ഒക്കെ ത്രൂ എന്ത് ചെയ്യാം, ഈ ഒരു ഷെയർ മേടിക്കാനുള്ള നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ആ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമ്മൾ ആ പൈസ അടച്ച് കഴിയുമ്പോൾ ആ ഒരു എലിജിബിൾ സമയം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഈ ഷെയർ എന്ത് ചെയ്യും, നമ്മൾക്ക് ഇവർ ത്രൂ ഈ ബാങ്കുകൾ ത്രൂ നമ്മളുടെ കയ്യിലേക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഷെയർ നമുക്ക് ആദ്യമായിട്ട് കിട്ടണത്, അതായത് ആദ്യത്തെ ആൾക്കാർക്ക് ഷെയർ കിട്ടണത്. അപ്പോൾ ഈ ഒരു ഷെയർ ഇതേപോലെ അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ ഒരാൾ മാത്രമല്ല, ഇങ്ങനെ പല ഒരുപാട് ആൾക്കാരുകൾ ഇങ്ങനെ വാങ്ങിക്കും. 1, 2, 3, 10, 100 ഓരോ ലോട്ട് സൈസ് ഒക്കെ ആയിരിക്കും പല ഷെയറുകൾ വാങ്ങിക്കും.
ആ ഷെയറുകൾ പിന്നെ എന്ത് ചെയ്യും, അവർക്ക് പിന്നെ പല സമയത്ത് അവർക്ക് വിൽക്കാൻ തോന്നും, മേടിക്കാൻ തോന്നും. അപ്പോൾ അതിനൊക്കെയാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കമ്പനികളുണ്ട് IPOയിൽ. ഇപ്പോൾ പല പല കമ്പനികൾ ഇങ്ങനെ IPOയിലേക്ക് വന്നു. റിലയൻസ്, ടാറ്റ, ഡാബർ, ഹാവൽസ്, ONGC, സൺഫാം, അങ്ങനെ ഒരുപാട് ആയിരക്കണക്കിന് ഷെയറുകൾ വന്നു. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഏകദേശം 4500 ഷെയറിനേക്കാളും മുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ 5286 മുകളിൽ ഷെയറുകൾ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല കമ്പനികളും എന്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ അപ്പം നിങ്ങൾ ചോദിക്കും, ഒരു ഷെയർ, ഒരു സ്റ്റോക്ക് ഞാൻ കാണും, അത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണോ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണോ എന്ന് എനിക്കെങ്ങനെ മനസ്സിലാവും എന്നുള്ളത്. അത് വളരെ സിമ്പിളാണ്. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഷെയർ മേടിക്കാൻ പോകുമ്പോൾ, ഉദാഹരണത്തിന് ഞാൻ റിലയൻസ് തന്നെ എടുക്കാം. ഇപ്പോൾ റിലയൻസ് എടുത്തിട്ട് ഞാൻ റിലയൻസ് സെർച്ച് ചെയ്തു നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ. അപ്പം നോക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടോ റിലയൻസ്, എന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ NSE-EQ. അതിനകത്ത് എന്നിട്ടാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇക്വിറ്റി, അതായത് ഷെയർ എന്നുള്ളതിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് തൊട്ട് താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം റിലയൻസ് A എന്ന് പറഞ്ഞിട്ടുണ്ടോ BSEA. അതിനകത്ത് എന്താണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് A. അപ്പോൾ ഈ A വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പല പല ക്ലാസിഫിക്കേഷൻ കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ BSEA എന്ന് പറയുന്നത്? അതായത് ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ട്. ഇപ്പം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ക്ലാസിഫിക്കേഷൻ ഇല്ല. ഏത് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ NSE-EQ ഇക്വിറ്റി എന്ന് മാത്രമേ വരുള്ളൂ. ഈ BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ BSE-AB എന്ന് പറഞ്ഞാൽ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് കമ്പനികൾ, ഒരുപാട് ആൾക്കാർ വാങ്ങുന്നതും ഹൈ വാല്യൂ ഉള്ള കമ്പനികൾ. ഇപ്പോൾ ഉദാഹരണത്തിന് റിലയൻസ്, ടാറ്റ മോട്ടോഴ്സ്, അങ്ങനെയുള്ള വലിയ ഹൈ കമ്പനികളിൽ HDFC, അങ്ങനെയുള്ള വലിയ ഹൈ കമ്പനികളൊക്കെ A എന്ന് പറഞ്ഞ് കാണിക്കും. പക്ഷേ ആ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ്റെ വ്യത്യാസം കാണില്ല. അതുകൊണ്ടാണ് നിങ്ങൾ BSE-AB എന്നൊക്കെ കാണുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, അതിൽ നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിലുള്ളൊരു കമ്പനിയാണ് FACT. അപ്പോൾ FACT സെർച്ച് ചെയ്യുമ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ NSE-EQ അത്രേ ഉള്ളൂ. എന്നാൽ ഇതിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് BSE-B. B എന്ന് പറയുമ്പോൾ എന്താണ് B ക്ലാസിഫിക്കേഷൻ. A പോലുള്ള ടോപ്പ് കമ്പനിയല്ല, സെക്കൻഡ് ലെവലിലുള്ള കമ്പനീസ് എന്നാണ് അർത്ഥം. അപ്പോൾ എന്തായാലും നമ്മൾ ട്രേഡ് ചെയ്യാൻ കൂടുതൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് യൂസ് ചെയ്യണത്. അതുകൊണ്ട് ഇത് ബാധകമല്ല. എന്നാലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ മാത്രം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് സ്റ്റോക്കുകൾ ഇങ്ങനെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 4500, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 5286. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ വെച്ചിട്ടേ നമുക്കിപ്പോൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചോ വേറെ എന്ത് കാര്യമായാലും അതിലുള്ള കമ്പനികൾ വളരുന്നുണ്ടോ തളരുന്നുണ്ടോ, അവരുടെ മൊത്തത്തിലുള്ള ഡയറക്ഷൻ എന്താ, അതിനൊക്കെ നമുക്ക് എപ്പോഴും ഒരു സൂചിക വേണം, ഒരു ഗ്രാഫ് വേണം. എപ്പോഴും ഇതിനാണ് എന്ത് ബിസിനസ്, എന്ത് കാര്യത്തിനും അവർക്കൊരു വളർച്ചാ നിരക്കോ എന്താണ് സംഭവിക്കുന്നത് അറിയാനായിട്ട് ഒരു സൂചിക വേണം. ആ ഒരു സൂചികയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് 50 കമ്പനികൾ എടുത്തിട്ടുണ്ട്. അതേപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ടോപ്പ് 30 കമ്പനികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പ് 50 കമ്പനികളെയും ടോപ്പ് 30 കമ്പനികളെ മാത്രമേ എടുക്കുള്ളൂ. കാരണം ഈ 4500, 3500 ഫുൾ കമ്പനികൾ എടുക്കില്ല. കാരണം പല കമ്പനികൾ പോവാം, പല കമ്പനികൾ വരാം, അതൊന്നും അത്ര നല്ല ടോപ്പല്ല. അപ്പോൾ നമുക്കൊരു സൂചി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള കമ്പനികളെ മാത്രം വെച്ചിട്ട് നമുക്കൊരു സൂചി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ടോപ്പ് 50 കമ്പനീസും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെങ്കിൽ ടോപ്പ് 30 കമ്പനീസുകളാണുള്ളത്. അപ്പോൾ ഈ ടോപ്പ് 50 കമ്പനീസും ടോപ്പ് 30 കമ്പനീസും എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ആ കമ്പനി വലുതാണ്, ആ കമ്പനിക്ക് ഒരുപാട് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അത് അവൈലബിൾ ആയിട്ട് പബ്ലിക്കിന് എത്ര കോടി രൂപ പബ്ലിക്കിന് വാങ്ങാനും വിൽക്കാനും ഉണ്ട് എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു കമ്പനി 1000-10,000 കോടി ഉണ്ട്, പക്ഷേ അതിലാകെ 10 കോടിയാ പബ്ലിക്കിന് വാങ്ങാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് ടോപ്പ് കമ്പനിയിൽ വരില്ല. ടോപ്പ് കമ്പനി എന്ന് പറയുമ്പോൾ ആ ഓരോ കമ്പനിയിൽ എത്ര കോടി പബ്ലിക്കിന് ട്രേഡ് ചെയ്യാൻ അവൈലബിൾ ആണ് എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പോൾ അങ്ങനെയുള്ള അവൈലബിൾ ആയിട്ടുള്ള ആ കമ്പനികളിലെ കുറച്ച് ഈക്വേഷൻ ഉണ്ട്, ഒരു സെറ്റായിട്ടുള്ള ഒരു ഈക്വേഷൻ ഉണ്ട്. ആ ഒരു ഈക്വേഷനിൽ അങ്ങോട്ട് ഇട്ടിട്ട് നമ്മളിങ്ങനെ കണക്കും കൂട്ടിയും കുറച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു വാല്യൂ കിട്ടും. ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, നിഫ്റ്റി 50 ആൻഡ് സെൻസെക്സ്. അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ടോപ്പ് 50 കമ്പനികളെ ചേർത്തിട്ട് അതിൻ്റെ ഒരു സൂചി ഉണ്ടാക്കിയതിനെ പറയുന്ന പേരാണ് നിഫ്റ്റി 50. ഷോർട്ട് ഫോമിൽ നിഫ്റ്റി എന്ന് പറയും. അതേപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ടോപ്പ് 30 കമ്പനികളെ ചേർത്തിട്ട് ഒരു സൂചി ഉണ്ടാക്കിയതിൻ്റെ പേരാണ് സെൻസെക്സ്. ഇപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് നിഫ്റ്റിക്ക് 24,000, സെൻസെക്സിന് 79,200. അപ്പോൾ ഇതിനൊരു ഈക്വേഷനൊക്കെ ഉണ്ട്. ആ ഈക്വേഷൻ നമ്മൾ പഠിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ ഈ ഒരു ഈക്വേഷൻസും അതും ഇതൊക്കെ ഉള്ള വെച്ചിട്ടുള്ള ഈ ഒരു
സൂചി ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഈ ന്യൂസ് ചാനലൊക്കെ വന്നിട്ട് പറയുക സെൻസെക്സ് 2% ഇടിഞ്ഞു, നിഫ്റ്റി 1% ഇടിഞ്ഞു, സെൻസെക്സ് കൂടി, സെൻസെക്സ് താന്നു. അപ്പോൾ ഇതൊക്കെ ഇത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസിൽ പറയാനുള്ള കാരണം എന്താണ്? അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനികൾ ലിസ്റ്റ് ചെയ്തതിൽ നമ്മളുടെ പബ്ലിക് കമ്പനികളും കൂടി ഉണ്ട്. അതായത് ONGC, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നാഷണൽ തെർമൽ പവർ കോർപ്പ്, ഭാരത് ഇലക്ട്രോണിക്സ്, പവർ ഗ്രിഡ്, അങ്ങനെ നമ്മുടെ പബ്ലിക്കായിട്ടുള്ള നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കമ്പനികളും ഉണ്ട്. അതേപോലെ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുണ്ട്. അപ്പോൾ ഈ സെൻസെക്സ് 2% ഇടിഞ്ഞു, നിഫ്റ്റി 1% ഇടിഞ്ഞു എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് കുറഞ്ഞു എന്നാണ്. അതേപോലെ തന്നെ ഇത് കൂടിക്കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് കൂടിയെന്നാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് ഡെവലപ്ഡ് കൺട്രി ആയോ എന്നുള്ള കാര്യത്തിന് വരെ ഇത് നോക്കും. അപ്പോൾ രാജ്യത്തിൻ്റെ വളർച്ചയും തളർച്ചയും ഒക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു സംഭവം നമ്മുടെ ന്യൂസ് ചാനൽ അതിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ആദ്യം ചെറുപ്പകാലത്ത് ആദ്യം കേട്ട ഒരു വാക്ക് സെൻസെക്സ് നിഫ്റ്റിയും എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് സെൻസെക്സും നിഫ്റ്റിയും, അതെങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങളുടെ ബ്രദർ വിജേഷ്. അപ്പോൾ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്. ബൈ.